മംഗളവാർത്ത സ്വീകരിച്ച മറിയം തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ട് എലിസബത്തിനെ സന്ദർശിച്ച് അവളെ ശുശ്രൂഷിച്ചു എന്നാണ് തിരുവചനം രേഖപ്പെടുത്തുന്നത്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 39-ാം തിരുവചനം. അതുപോലെ തന്നെ ഈശോയുടെ ജനനത്തെക്കുറിച്ചുള്ള വാർത്ത സ്വീകരിക്കുന്ന ആട്ടിടയന്മാർ അവർ തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ട് ബെത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ പിറന്ന ഈശോയെ കണ്ട് ഈശോയെ സന്ദർശിക്കുകയും ഈശോയെ കണ്ട സന്തോഷം അവർ മറ്റുള്ളവരോട് പങ്കുവയ്ക്കുകയും ചെയ്തു എന്നാണ് ലൂക്കായുടെ സുവിശേഷം വീണ്ടും രേഖപ്പെടുത്തുന്നത്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 16-ാം തിരുവചനം. ഇതുപോലെ വീണ്ടും ലൂക്കായുടെ തന്നെ സുവിശേഷത്തിൽ 19-ാം അധ്യായം 6-ാം തിരുവചനത്തിൽ സക്കേവൂസിനോട് ഈശോ പറയുകയാണ്, നീ തിടുക്കത്തിൽ ഇറങ്ങി വരിക. അപ്പോൾ സക്കേവൂസ് തിടുക്കത്തിൽ മരത്തിൽ നിന്ന് ഇറങ്ങി വന്ന് ഈശോയെ സ്വീകരിച്ചു. ക്രിസ്മസിനോട് ചേർന്ന് നമ്മളുടെ ജീവിതങ്ങളിൽ വന്നിരിക്കുന്ന പാരമ്പര്യങ്ങളുണ്ട്. അത് പ്രാർത്ഥനയുടെ, നന്മയുടെ, ജീവിത പരിത്യാഗത്തിൻ്റെ, മാനസാന്തരത്തിൻ്റെയൊക്കെ ഒരു പാരമ്പര്യമാണ്. പരിശുദ്ധ അമ്മ ഈശോയെ ജീവിതത്തിൽ സ്വീകരിച്ചപ്പോൾ ശുശ്രൂഷയുടെ ജീവിതം മാറുക, പരിശുദ്ധ അമ്മ ഈശോയെ തൻ്റെ ജീവിതത്തിലേക്ക് സ്വീകരിച്ചപ്പോൾ നന്മ നിറഞ്ഞവളായി മാറി. അതുകൊണ്ടാണ് എലിസബത്തിനെ സന്ദർശിച്ച് അവളെ ശുശ്രൂഷിക്കാനായി 3 മാസം അവളുടെ കൂടെ താമസിക്കുന്നത്. ആട്ടിടയന്മാർ തിടുക്കത്തിൽ ഈശോയുടെ അടുത്തേക്ക് പോയി ഈശോയെ കണ്ട്, ഈശോയെ അറിഞ്ഞ്, ഈശോയെ ആരാധിച്ച്, അങ്ങനെ തങ്ങൾ മനസ്സിലാക്കിയ ഈശോയെ പങ്കുവെച്ചു കൊടുത്തു. ക്രിസ്മസിൻ്റെ 2ാമത്തെ പാരമ്പര്യം ഈശോയെ അറിയാൻ വേണ്ടിയുള്ള ഈ ഒരു അന്വേഷണത്തിൻ്റെ യാത്രയുടെ പാരമ്പര്യമാണ്. അങ്ങനെ ഈശോയെ അറിഞ്ഞു കഴിഞ്ഞ് ഈശോയെ പ്രഘോഷിക്കുന്ന ഒരു പാരമ്പര്യം. ക്രിസ്മസിനോട് ചേർന്ന് നാം അനുവർത്തിക്കുന്ന 3ാമത്തെ പാരമ്പര്യം അത് മാനസാന്തരത്തിൻ്റെയും ജീവിത നവീകരണത്തിൻ്റെയും ഒരു പാരമ്പര്യമാണ്. നമ്മുടേതായിട്ടുള്ള സ്വാർത്ഥതയുടെ മരക്കൊമ്പുകളിൽ നിന്നിറങ്ങി പശ്ചാത്താപത്തിൻ്റെയും ജീവിത നവീകരണത്തിൻ്റെയും ഒരു പാരമ്പര്യമാണ് ക്രിസ്മസിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളിൽ നാം പിന്തുടരുന്നത്. ഇങ്ങനെ 3 പാരമ്പര്യങ്ങൾ നമുക്ക് പാലിക്കാം. അതിലാദ്യത്തേത് മാതാവ് കാണിച്ചു തരുന്ന ശുശ്രൂഷയുടെ പാരമ്പര്യം. 2ാമത്തേത് ആട്ടിടയന്മാർ കാണിച്ചു തരുന്ന ഈശോയെ സന്ദർശിക്കുന്നതിൻ്റെ, ഈശോയെ അന്വേഷിക്കുന്നതിൻ്റെ, ഈശോയെ പ്രഘോഷിക്കുന്നതിൻ്റെ പാരമ്പര്യം. 3ാമത്തേത് സക്കേവൂസ് നൽകുന്ന പാരമ്പര്യം. അത് മാനസാന്തരത്തിൻ്റെയും ജീവിത നവീകരണത്തിൻ്റെയും പാരമ്പര്യം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഒരു മനോഹരമായ ഒരു ക്രിസ്മസിന് നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഈ 25-ാം തീയതി ഉണ്ണീശോനെ ഹൃദയത്തിലേറ്റുമ്പോൾ നമുക്ക് നമ്മുടെ പാരമ്പര്യങ്ങളെയൊക്കെ ഒന്ന് ഓർക്കാം. നമുക്ക് ഈ പാരമ്പര്യങ്ങളൊക്കെ അടുത്ത തലമുറയ്ക്ക് കൈമാറേണ്ടത് കൂടി നമ്മുടെ ഒരു ഉത്തരവാദിത്വമാണ്. നമ്മുടെ പഴയ തലമുറ കൈമാറി തന്ന ഒരുപാട് നല്ല കാര്യങ്ങൾ നമ്മൾ ആസ്വദിക്കുകയും ആ ആസ്വദിച്ച കാര്യങ്ങൾ അടുത്ത തലമുറയിലേക്ക് നമ്മൾ കൈമാറുകയും ചെയ്യേണ്ടത് നമ്മുടെ ഓരോരുത്തരെയും ഉത്തരവാദിത്വമാണ്. ഞാൻ ഓർക്കുന്നു, ഒരു വീഡിയോയിൽ കണ്ടതാണ്, ഒരു അമ്മച്ചി പറയുമായിരുന്നു, പണ്ട് കാലത്ത് ഒരു നോമ്പുകാലം ആരംഭിച്ച നോമ്പിൻ്റെ തലേ ദിവസം മീൻചട്ടി ഉടച്ചു കളയുമെന്ന് പറയുന്നത്. മീൻചട്ടി ഉടച്ചു കളഞ്ഞ് അത് കഴിഞ്ഞ് നോമ്പ് കഴിയുമ്പോൾ പുതിയ മീൻചട്ടി വാങ്ങി കറി വെക്കുന്ന കാര്യം പറയുകയുണ്ടായി. അത്രത്തോളം പാരമ്പര്യമുള്ളൊരു പാരമ്പര്യമാണ് നമുക്കുള്ളത്. പ്രത്യേകിച്ച് പുൽക്കൂടുണ്ടാക്കുക, നക്ഷത്രം തൂക്കുക, കേക്ക് വാങ്ങുക, കേക്ക് പരസ്പരം കൊടുക്കുക, കേക്ക് മുറിക്കുക, ഒരു സന്തോഷത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും ഒരു ആഹ്ലാദമാണ്. കാരണം ഉണ്ണീശോ വരുന്നത് ഒരു ബർത്ത്ഡേ ആണ്. ഉണ്ണീശോയുടെ ബർത്ത്ഡേ ആണ്. ഇപ്പോൾ ബർത്ത്ഡേകളൊക്കെ ഈ കാലഘട്ടത്തിൽ ഏറ്റവും മനോഹരമായി ആഘോഷിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമുക്ക് ഉണ്ണീശോയുടെ ബർത്ത്ഡേയും ഏറ്റവും മനോഹരമായി ആഘോഷിക്കാം. ആ ആഘോഷത്തിൽ നമ്മൾ ഹൃദയത്തിൽ ഈ ഉണ്ണീശോ സ്വീകരിക്കാൻ തക്ക കൃപാവരങ്ങൾ കർത്താവിനോട് ചോദിച്ചു വാങ്ങിക്കൊണ്ട് ഈ ക്രിസ്മസ് നല്ലൊരു ക്രിസ്മസ് ആയി തീരട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. What have you done? The home is dirty. ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക? What are you going to do? Clean. That's very good. Benjamin. What? The home is dirty. Because of Edward, right? എന്താ? Because of Edward. Because you are Edward? Allah, because of. Because of Edward? Yes. Oh, Edward did this? No. Yes. You did this? No. Who did that? Yeah. And him? Benedict, എന്താ ചെയ്യാൻ പറ്റുക?
cleaning. Okay, shall we start cleaning? Yes. Shall we start cleaning, Benjamin? Yes. Very good. Shall we start cleaning? Yes. Let's go clean. I'll clean the tablets. You clean the box. Wow. I'm a box of pencil box. You have to. Give me that for me. Papa, basket. Internet tablets you want to do. Internet is cute. Take the doctor. Take the box. Then miss the box. Vacuums. With all that good skin. Yeah. Did you finish? What are you doing? Cleaning the waste. Okay, great. And more. One more. I'm just giving the book. Okay. Right here.